കാത്തുകാത്തിരുന്ന് GST സ്ലാബ് മാറ്റം ദാ പ്രാബല്യത്തിലായി. ആദ്യമേ ചോദിക്കട്ടെ, കടയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾക്ക് വിലയിൽ എന്തെങ്കിലും കുറവ് അനുഭവപ്പെട്ടോ? വ്യാപാര സംഘടനകൾ നടത്തിയ ചില പ്രാഥമിക പഠനങ്ങൾ പ്രകാരം ശരാശരി ഇന്ത്യക്കാരന്റെ വാർഷിക ചെലവുകളിൽ 3600 രൂപയുടെയെങ്കിലും കുറവുണ്ടാകേണ്ടതാണ്. കാർ വാങ്ങുന്നവരുടെ കാര്യത്തിലാണെങ്കിൽ ലാഭം 10,000ങ്ങളാണ്. മിക്ക ഉൽപ്പന്നങ്ങളുടെയും നികുതി കുറച്ചതിനൊപ്പം സ്ലാബുകൾ ലളിതമാക്കിയതും ആഡംബര വസ്തുക്കൾക്ക് ദുർഗുണ നികുതി ഏർപ്പെടുത്തിയതുമാണ് GST 2.0യിലെ പ്രധാന മാറ്റങ്ങൾ. എന്നാൽ ഇതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് അറിയാമോ? 375 ഉൽപ്പന്നങ്ങളുടെ വില കുറച്ചിട്ടും എന്തുകൊണ്ട് പെട്രോളിനെയും ഡീസലിനെയും GSTയിൽ നിന്ന് ഒഴിവാക്കി? പരിശോധിക്കാം. 0, 5, 12, 18, 28 എന്നിങ്ങനെയായിരുന്നു നിലവിലുണ്ടായിരുന്ന GST സ്ലാബ്. ഇതിൽ പല ഉൽപ്പന്നങ്ങളുടെയും നികുതി കൂടുതലാണെന്നും പലതിന്റെയും ക്ലാസിഫിക്കേഷനിൽ പിഴവുണ്ടെന്നും നിരവധി പരാതികൾ ഉണ്ടായിരുന്നു. ചില പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ ഗബ്ബർ സിംഗ് ടാക്സ് എന്നുവരെ വിശേഷിപ്പിച്ചിരുന്നു. വാഹനങ്ങൾക്ക് 28% GST ഏർപ്പെടുത്തിയതുപോലുള്ള നടപടികൾ വിൽപ്പനയെയും കാര്യമായി ബാധിച്ചിരുന്നു. ഇത് കമ്പനികളുടെ വരുമാനത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും തിരിച്ചടിയാകുമെന്ന് വന്നതോടെ മാറ്റത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറായെന്ന് വേണം കരുതാൻ. ബീഹാർ തെരഞ്ഞെടുപ്പ് പോലുള്ള ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഇതിന് പിന്നിലുണ്ടെന്നാണ് അണിയറയിലെ സംസാരം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? 1.5 ലക്ഷം കോടി രൂപയോളം വാർഷിക വരുമാന നഷ്ടമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് ലഭിച്ചിട്ടും എന്തുകൊണ്ടാകും നരേന്ദ്രമോദി സർക്കാർ ഇങ്ങനെയൊരു കടുംവെട്ടിന് തയ്യാറായത്? ഇനി എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ എന്നല്ലേ? നേരത്തെ ഉണ്ടായിരുന്ന 5 സ്ലാബ് GST ഇനിയില്ല. പകരം ലളിതമായ 2 സ്ലാബുകൾ 5%വും 18%വും. അതായത് നേരത്തെ 28% ഉണ്ടായിരുന്ന GST 18%മോ 5%മോ ആക്കി കുറച്ചു. മെഡിക്കൽ, ലൈഫ് ഇൻഷുറൻസ് പോലുള്ളവയുടെ GST പൂർണ്ണമായും എടുത്തു കളഞ്ഞു. നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല ഉൽപ്പന്നങ്ങളും പാൽ, കോഫി, കണ്ടൻസ്ഡ് മിൽക്ക്, ബിസ്ക്കറ്റ്, നെയ്യ്, ഐസ്ക്രീം തുടങ്ങി പലതിനും വില കുറഞ്ഞു. ഇനി ഒരല്പം സൗന്ദര്യമൊക്കെ സംരക്ഷിക്കണമെന്ന് ചിന്തിക്കുന്നവർക്കും സന്തോഷ വാർത്തയുണ്ട്. ഫേസ് ക്രീം, ഫേസ് പൗഡർ, ഹെയർ ഓയിൽ, ഷാംപൂ, ടാൽക്കം പൗഡർ തുടങ്ങിയവയ്ക്കും ഇളവുണ്ട്. ജിമ്മിലെ ആശാന് കൊടുക്കുന്ന പണവും ബാർബർ ഷോപ്പിലെ ചെലവും ഇനി കുറയും. AC, ഡിഷ് വാഷർ, ടെലിവിഷൻ, വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും കുറഞ്ഞ വിലയിൽ ലഭിക്കും. പല മെഡിസിനുകളുടെയും വില കുറയുന്നതും ജനങ്ങൾക്ക് ഉപകാരമാണ്. സിമന്റിന്റെ GST 28ൽ നിന്ന് 18%ത്തിലേക്ക് കുറച്ചതോടെ വീടുകളുടെയും ഫ്ളാറ്റുകളുടെയും വില കുറയാനും സാധ്യതയുണ്ട്. എന്നാൽ കൂട്ടത്തിൽ ബമ്പർ അടിച്ചത് വാഹന വിപണിക്കാണ്. നിലവിൽ 28% GSTയും 1 മുതൽ 22% വരെ സെസ്സുമാണ് വാഹനങ്ങൾക്ക് നൽകേണ്ടത്. ഇനി മുതൽ 1200 cc താഴെ എഞ്ചിൻ ശേഷിയുള്ളതും 4 മീറ്ററിൽ താഴെ നീളമുള്ളതുമായ പെട്രോൾ കാറുകൾക്ക് 18% GST നൽകിയാൽ മതി. സെസ്സും നൽകേണ്ടതില്ല. ആകെ കുറവ് 11%. 1500 cc വരെയുള്ള 4 മീറ്ററിൽ താഴെയുള്ള ഡീസൽ കാറുകൾക്ക് 18%മാണ് പുതിയ GST. സെസ് തുക 3%തോളം കുറയുന്നതോടെ 13% വരെ ഇത്തരം കാറുകൾക്ക് ഇളവുണ്ടാകും. ഇതിൽ കൂടുതൽ ശേഷിയുള്ള SUVകൾക്കും പെട്രോൾ ഡീസൽ കാറുകൾക്കും ഇനി മുതൽ 40%മാണ് GST. ഉത്സവ സീസണും കൂടി അടുത്തതോടെ എല്ലാ വാഹന കമ്പനികളും GSTയിലെ ഇളവ് ഡിസ്കൗണ്ട് രൂപത്തിൽ ഉപയോക്താക്കൾക്ക് നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാരുതി ആൾട്ടോ K10 മുതൽ ലാൻഡ് റോവറിന്റെ ഡിഫൻഡർ വരെയുള്ള മോഡലുകൾക്ക് ലക്ഷങ്ങൾ കുറയുമെന്ന് സാരം. വില കുറഞ്ഞപ്പോൾ പുതിയ വണ്ടി വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനി GST കുറച്ചതോടെ എന്തു നേട്ടമാണ് ഉണ്ടാകുന്നതെന്ന് കൂടി പരിശോധിക്കാം. കേന്ദ്ര സർക്കാർ പറഞ്ഞതനുസരിച്ച് മിഡിൽ ക്ലാസ് വിഭാഗങ്ങളുടെയും MSMEകളുടെയും നികുതി ഭാരം കുറയും. വില കുറയുന്നതോടെ ഉപഭോഗം വർദ്ധിക്കുകയും സാമ്പത്തിക വളർച്ച വേഗത്തിലാവുകയും ചെയ്യും. ജനങ്ങളുടെ പോക്കറ്റിൽ 2 ലക്ഷം കോടി രൂപയുടെ നേട്ടമുണ്ടാകുമെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അഭിപ്രായം. തിങ്കളാഴ്ച മുതൽ GST സമ്പാദ്യോത്സവം ആരംഭിക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. ഇന്ത്യയുടെ വളർച്ചയ്ക്ക് കുതിപ്പേകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. വ്യാപാരികൾക്കും സംരംഭകർക്കും നികുതി ഘടനയെക്കുറിച്ചുള്ള ആശയക്കുഴപ്പവും ഒഴിവാക്കാം. GST തുക കുറയുന്നതോടെ സംരംഭങ്ങൾക്ക് പ്രവർത്തന മൂലധനം വർദ്ധിപ്പിക്കാനും കഴിയും. വില കുറയുന്നതോടെ ഡിമാൻഡും വിൽപ്പനയും ഒപ്പം വരുമാനവും കൂടും. ഓഹരി വിപണിയിലും ഇക്കാര്യങ്ങൾ പ്രതിഫലിക്കും. എന്നാൽ 9 വർഷം കൊണ്ട് 55 ലക്ഷം കോടി രൂപ ജനങ്ങളിൽ നിന്ന് അമിതമായി ഈടാക്കിയ ശേഷം 2.5 ലക്ഷം കോടി രൂപയുടെ ഇളവ് ലഭിക്കുമെന്ന് പറയുന്നത് സാമ്പത്തിക രംഗത്തെ ആഴമേറിയ മുറിവിൽ ബാൻഡേഡ് ഒട്ടിക്കുന്നതിന് തുല്യമാണെന്നാണ് മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ നിലപാട്. ഭരണഘടനാ സ്ഥാപനമായ GST കൗൺസിലിന്റെ തീരുമാനത്തിന്റെ ക്രെഡിറ്റ് മോദിജി സ്വന്തം പേരിലാക്കാൻ ശ്രമിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. GST പരിഷ്കാരം സംസ്ഥാനങ്ങളുടെ വരുമാനം കുറയ്ക്കുമെന്നും ബജറ്റിനെ പോലും ബാധിക്കുമെന്നും സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാലും പറയുന്നു. സംസ്ഥാനങ്ങളുടെ വരുമാനം കുറയുന്ന വിഷയം പരിഗണിക്കണമെന്ന് കേരളമടങ്ങുന്ന BJP ഇതര സംസ്ഥാനങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടും പെട്രോളിനെയും ഡീസലിനെയും എന്തുകൊണ്ട് GSTയിൽ ഉൾപ്പെടുത്തിയില്ല എന്നൊരു സംശയമില്ലേ? ഏതാണ്ട് 100% നികുതിയുള്ള പെട്രോളും ഡീസലുമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി ഈടാക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ.
കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വലിയൊരു പങ്കും ഇവിടെ നിന്ന് ലഭിക്കുന്നു. ഈ വരുമാനം നഷ്ടമാകുമെന്ന് കരുതിയാണ് ഇരു സർക്കാരുകളും അങ്ങനെ ഒരു നീക്കത്തിന് മുതിരാത്തത്. ഇനി പെട്രോളിനെയും ഡീസലിനെയും GST ഉൾപ്പെടുത്തിയാൽ സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ വലിയ ഇടിവുണ്ടാകുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. വികസന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രത്തെ കൂടുതലായി ആശ്രയിക്കേണ്ടി വരുമെന്നതിനാൽ ഒരു സംസ്ഥാനവും ഇതിന് തയ്യാറാകുമെന്ന് കരുതുന്നില്ല. പെട്രോളിനും ഡീസലിനും മൂല്യവർദ്ധിത നികുതി അല്ലെങ്കിൽ വാറ്റ് ഈടാക്കാനുള്ള സാധ്യത സംസ്ഥാനങ്ങൾ വിട്ടുകളയുമെന്നും കരുതുന്നില്ല. അടുത്തൊന്നും ഇവ GSTയിൽ ഉൾപ്പെടുത്തില്ലെന്ന് സാരം. ഇനി തിങ്കളാഴ്ച മുതൽ തന്നെ GSTയുടെ ഇളവ് നേരിട്ട് നിങ്ങളിലെത്തുമെന്ന പൂർണ്ണമായ പ്രതീക്ഷയും വേണ്ട. വ്യാപാര സ്ഥാപനങ്ങളിൽ നിലവിലുള്ള ഉൽപ്പന്നങ്ങളുടെ MRPയിൽ മാറ്റം വരാൻ ചില കാലതാമസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അതുകൂടി മനസ്സിലാക്കി വേണം ഷോപ്പിങ്ങിന് ഇറങ്ങാൻ. ഇതിനോടകം നിങ്ങളുടെ ഷോപ്പിംഗിൽ വിലക്കുറവ് പ്രകടമായെങ്കിൽ ഇക്കാര്യം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാനും മറക്കരുത്. GSTയിലെ ഇളവ് ശരിക്കും എന്തു മാറ്റമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കാൻ ഇനിയും ആഴ്ചകൾ കാത്തിരിക്കണം. സംഗതി വിപ്ലവകരമായ മാറ്റമാകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇന്ത്യയിലെ ഓരോ വീടുകളിലെയും ചെലവുകളിൽ കാര്യമായ കുറവുണ്ടാക്കിയാൽ മാത്രമേ അങ്ങനെ പറയാൻ കഴിയൂ. അങ്ങനെ നടക്കുമെന്ന ശുഭപ്രതീക്ഷയിൽ നിർത്തട്ടെ. സാമ്പത്തിക രംഗത്തെ പുത്തൻ മാറ്റങ്ങളെക്കുറിച്ചുള്ള അറിവുകളുമായി വീണ്ടും കാണാം. ഇത്തരം കൂടുതൽ വീഡിയോകൾക്കായി ഫോളോ ധനം ഓൺലൈൻ.